ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ 6th വെഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ്. 27th മെയ് ആയിരുന്നു വെഡിങ് ആനിവേഴ്സറി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം മെയ് 27th ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് 6 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെയാണ് പോകുന്നത്. അല്ലേ മോനെ? നമ്മളെവിടെ പോകുന്നത്? ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നത്. ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന കാര്യം. ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം ഞാനൊരു ഒരാഴ്ച മുന്നേ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഗിഫ്റ്റ് വാങ്ങണം. ആണോ? വാങ്ങിത്തരാം. അപ്പോൾ ആളെല്ലാ തവണയും ഈ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ മറന്നു പോകും. ഡേറ്റൊക്കെ ആൾ മറന്നു പോകും. ആളിങ്ങനെ ഓർക്കാറുണ്ട്, പക്ഷേ ആള് ജോലി തിരക്കും കാര്യങ്ങളും മറന്നു പോകും. അപ്പം ഞാനാണ് കൂടുതൽ ഓർമ്മിപ്പിക്കാറ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിത്താ ചേട്ടാന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാറ്. ഞാനും വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ആൾക്കൊരു ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. ആൾ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്രസ്സ് എടുക്കണം ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആളുടെ മനസ്സിലുണ്ട് വെഡിങ് ആനിവേഴ്സറി ആണെന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറന്നിട്ടില്ല. ഞാൻ പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാനും മോനും കൂടെ, മോൻ പിണങ്ങിയിരിക്കണം കേട്ടോ, അച്ഛന് ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറയും. നിനക്കും ഗിഫ്റ്റ് ഉണ്ട്, അച്ഛനും ഉണ്ട്, നിനക്കും ഉണ്ട്. 6 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓരോ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. എനിക്കതുപോലെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലവ് മാരേജ് ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും ഉള്ളതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം ജഗദീശ്വരനോട് നന്ദി പറയുന്നു, പിന്നെ പാരൻസ് എല്ലാവരോടും നന്ദി. എല്ലാവരും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് എല്ലായിടത്തും താങ്ക്സ് പറയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കൊരു ഫ്രീഡം. നമ്മൾ മാരേജ് കഴിയുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രേമിച്ച് കിടന്ന സമയത്തുള്ളതുപോലെ അല്ല മാരേജ് കഴിഞ്ഞിട്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ ഒന്നുമില്ല, ഒരു വാക്കുമില്ല. സ്നേഹിച്ച് നടന്ന അപ്പോൾ എങ്ങനെയാണ് എന്നെ നോക്കിയിരുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി ഞാൻ ഫ്രീ ആയെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കൊന്നിനും ചോദിക്കണ്ട. കാരണം ജസ്റ്റ് പറഞ്ഞാൽ ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണേ, ഞാൻ ഇവിടെ പോവുകയാണേ, ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതിയേ. എനിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് ഡേ ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ഇന്നും എനിക്ക് ആ സന്തോഷമുണ്ട് കേട്ടോ. കാരണം മാരേജിൻ്റെ തലേ ദിവസം എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. കാരണം ഒരു ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യും, നാളെ എന്താവും, ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം എന്നെ കണ്ട എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നീ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരുന്നത് കേട്ടോ. ആള് നല്ല ടെൻഷനായിരുന്നു. മാരേജ് ഡേയെ കുറിച്ച് പറഞ്ഞിട്ട് എങ്ങനെ എൻ്റെ മാരേജ് പിക്കൊക്കെ കാണിക്കാതെ പോകുന്നതല്ലേ, ഇതൊക്കെയാണ് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. മാരേജിൻ്റെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരു ഫീലിംഗ് ആയിരുന്നു, ഹാപ്പി ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഡേ. ചേട്ടൻ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഫുള്ള് എന്നെ കൊണ്ടാണ് പോകുന്നത്. ഞാനും മോനും കാണാറുണ്ട് പോകുമ്പോഴൊക്കെ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങളെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആളുടെ ടേസ്റ്റ് എനിക്കറിയാം, പക്ഷേ എടുത്തു വരുമ്പോൾ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പിന്നെ മോനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഒരു ഇതുണ്ട് കേട്ടോ. ചേട്ടൻ എടുക്കുമ്പോൾ മോൻ അടി കൂടും, അവനെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പോവുകയാണ്. ഈ വീഡിയോ ചേട്ടൻ കാണുമ്പോൾ അടുത്ത വർഷം ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ ചേട്ടൻ വെഡിങ് ആനിവേഴ്സറി ഓർത്ത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങി. അങ്ങനെ ഞാനും മോനും കൂടി നേരെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. ദൂരെയൊന്നുമല്ല പോകുന്നത്, മഴ ആയതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പോകുന്നത് കേട്ടോ. തിരുമല പോയാണ് വാങ്ങുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ചേട്ടൻ്റെ ഡ്രസ്സ്. ചേട്ടന് ഇഷ്ടമാവുന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്താക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ. ആൾ വന്നപ്പോൾ തന്നെ ഞാനാകെ ഇതായി. എനിക്ക് കള്ളത്തനം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഞാൻ കൊടുത്തു. ചേട്ടൻ വിചാരിച്ച് ബാഗിൻ്റെ അകത്ത് എന്തോ വെറുതെ ഇങ്ങനെ നോക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴും ഈ ഗിഫ്റ്റ് തുറന്നു നോക്കുന്ന ടൈം വരെ ആൾക്കറിയില്ലായിരുന്നു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണെന്ന്. ആൾ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കി ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരു ഡ്രസ്സ് ആൾക്ക് കണക്കല്ലായിരുന്നു, സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് മാറ്റി കൊടുത്തു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കി. എനിക്ക് സന്തോഷമായി, ആൾക്ക് സന്തോഷമായി. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തലയൊന്നും കോതിയില്ല, വല്ലാത്ത കോലത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
എന്നാലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇത് വെഡിങ് ആനിവേഴ്സറി ഡേയുടെ ഈവനിങ് ദിവസമാണ് കേട്ടോ. നമ്മളങ്ങനെ സെറ്റായി നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. നമ്മൾ പോകുന്നത് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൃഷ്ണനെ കാണാതെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഡേ ഫുള്ളാവത്തില്ല. ഭഗവാനെ കൂടി കണ്ടാലേ ഫുള്ളാവത്തുള്ളൂ. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഭഗവാനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ തൊഴുതിറങ്ങി. അപ്പോഴത്തേക്കും നൈറ്റായി കഴിഞ്ഞു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ കേക്കൊക്കെ സെറ്റായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നൊരു മുഹൂർത്തമാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ചേട്ടനും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ്സാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സും ഇട്ടിട്ടാണ് നമ്മൾ പോയത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. തൊട്ടടുത്ത് തന്നെ പോയത്. മഴയൊക്കെ ആയതുകൊണ്ട് ദൂരോട്ടൊന്നും പോയില്ല. നമ്മൾ തൊട്ടടുത്ത് തന്നെ പോയത് കേട്ടോ. അടുത്ത് പോയി അച്ഛനും മോനും കളിപ്പിലാണ് കേട്ടോ. അമ്പാടി ആകെ ബഹളമായിരുന്നു അവിടെ കിടന്ന്. ഇതാണ് കേട്ടോ ഫുഡ് നമ്മൾ വലുതായിട്ടൊന്ന് ഓർഡർ ചെയ്ത് ചെറിയ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.